എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതു കുഞ്ഞിനെ കൊഞ്ചോണ്ടിരിക്കുന്ന സമയത്ത് രാധിക പറഞ്ഞു, കുറച്ച് സമയം കൂടെ അവളങ്ങോട്ട് കൊഞ്ചിക്കട്ടെ, അങ്ങോട്ട് കളിപ്പിക്കട്ടെ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോവിന്ദ് പറഞ്ഞു, അതമ്മേ ഇത്രയും ദിവസം ഗീതുവിന്റെ കയ്യിലായിരുന്നു കുഞ്ഞ്, അപ്പൊ അവൾക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് കാണും കുഞ്ഞിനെ പിരിയാനായിട്ട്. രാധികാമ്മ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം. പിന്നീട് ഗീതുവിന്റെ അടിയിലേക്ക് വന്നിട്ട് ഗോവിന്ദ് പറഞ്ഞു, അതെ കുഞ്ഞിനെ അങ്ങോട്ട് കൊടുത്തോളം പറയണം. ഗീതിന് വല്ലാത്തൊരു സങ്കടമൊക്കെ ഉണ്ട്. കാരണം ഇത്രയും ദിവസം തന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നിരുന്ന കുഞ്ഞ പെട്ടെന്നൊരു നിമിഷം കൊടുക്കാന്ന് പറഞ്ഞാല് അങ്ങനെ രമേശിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് കുഞ്ഞിനെ കൊടുക്കുക. രമേശ് കുഞ്ഞിനെ മേടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. കാരണം കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ തിരിച്ചിട്ടിരിക്കുന്നത്. പിന്നീട് രമേശ് പറഞ്ഞു, എന്താണെങ്കിലും അതെ കുഞ്ഞിന് ഞങ്ങള് രാമു എന്നാര് പേരിട്ടിരിക്കുന്നത്. ഇത് കേട്ടപ്പം ഗീത പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഒരു പേരിൽ എന്താ കഥയിരിക്കുന്നേ, അല്ലെങ്കിൽ തന്നെ അവനെ ഞങ്ങൾ ഉണ്ണിക്കണ്ണൻ ഇത്രയും ദിവസം ആള് മാറി വിളിച്ചോണ്ടിരുന്നേ. കൃത്യസമയത്ത് തന്നെ എന്താളും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടല്ലോ, കുഞ്ഞിനെ തിരികെ കിട്ടിയില്ലോ എന്ന് പറയണം. ഇനിയിപ്പോൾ ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ എന്തു പറഞ്ഞു, അല്ല ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങള് ഉണ്ണിക്കണ്ണൻ ഇട്ട പേരിട്ട വിളിച്ചോണ്ടിരുന്നത്, പക്ഷേങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിന് ഒരു പേര് ഇനിയിപ്പം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാണെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഗീത് പറഞ്ഞു, അതെന്താ അങ്ങനെ പറഞ്ഞേ. അല്ല ഞങ്ങളുടെ കുഞ്ഞിനെ പേരിടാനായിട്ട് യോഗ്യന് എന്തുകൊണ്ടും ഗോവിന്ദ് സാറാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, ഞാനോ? അതെ. രമേശ് പറഞ്ഞു, അത് തന്നെ മതി, ഗോവിന്ദ് സാർ ഒരു പേരിട്ടാ മതി ഞങ്ങളുടെ കുഞ്ഞിനെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, ഞാൻ എന്ത് പേരിടാനാ, എനിക്ക് അങ്ങനെ പേരൊന്നും അറിയില്ല എന്ന് പറയണേ. ഗീത് പറഞ്ഞു, ഗോവിന്ദന്റെ ഒരു പേര് നിർദ്ദേശിക്കുക, അല്ല കുഴപ്പമില്ല, ഇനിയിപ്പം നിങ്ങൾ തന്നെ ഒരു പേര് പറ. ആ ഗോവിന്ദന്റെ ആ പേര് ചെവി പറഞ്ഞാൽ പോരേന്ന് ചോദിക്കും. അങ്ങനെ ഇരിക്കുന്ന കഴിയുമ്പത്തേനും പെട്ടെന്ന് വരണ രാധികാൻ പറഞ്ഞു, കണ്ടില്ലമ്മേ അങ്ങോട്ട് സോപ്പിട്ട് പതപ്പിച്ച് അവരെങ്ങോട്ടാ പോണേന്ന്. പെട്ടെന്ന് വരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, അവനെ ഗോവിന്ദൻ തങ്ങളുടെ പേരിട്ടോ, അതോടുകൂടി നിങ്ങളുടെ സൂക്കാട് അങ്ങോട്ട് മാറൂലോ എന്ന് പറയാം. ഒരു നിമിഷം അവർ രണ്ടുപേരും ഒന്ന് ആലോചിച്ചു, ഇന്ദുവും രമേശും. പിന്നീട് പറഞ്ഞു, ഗോവിന്ദ് ആ നല്ല പേരാ, എപ്പോഴും എല്ലാ കാലത്തും ആ പേരിന് ഒരു കുഴപ്പമുണ്ടാവില്ല, പോരാത്തന് ഭഗവാന്റെ പേരുകൂടെ ആണല്ലോ എന്ന് പറയാം. ഇത് കേട്ടതും ഗീതുവിന് ഭയങ്കര സന്തോഷമായി. ഗോവിന്ദേട്ട കുഞ്ഞിനെ വാങ്ങി അതിന്റെ ചെവിയിൽ പേര് വിളിക്കാൻ പറയണം. അങ്ങനെ കുഞ്ഞിനെ വാങ്ങിയിട്ട് അതിന്റെ ചെവിയിൽ ഗോവിന്ദ് എന്നുള്ള പേര് വിളിക്കുക. ഇതൊക്കെ കണ്ടും കേട്ടുവന്ന് രാധികാമ്മയ്ക്കും വരുണിനും ആകെപ്പാടെ കലിയിളകിയ ഒരവസ്ഥയായി. പിന്നീട് കുഞ്ഞിനെ ഗീത വിളിച്ച് കുറെ ഉമ്മയൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ അവർ പോരാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിന്റെ കയ്യിലേക്ക് ഉണ്ണിക്കണ്ണനെ കൊടുക്കുകയാണ്. അങ്ങനെ ഉണ്ണിക്കണ്ണനെ വാങ്ങിച്ചുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരിക. പുറത്തേക്ക് ഇറങ്ങി വന്ന് കാറ് കയറാണ്ട് തുടങ്ങിയപ്പോഴത്തേനും ഗീതു കുഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞു, അതെ ഇനിയിപ്പോ എന്താണെങ്കിലും ഒരു കാര്യം ചെയ്യുക, ഞാൻ അങ്ങോട്ടില്ലല്ലോ, ഒരു കാര്യം കുഞ്ഞിനെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാൻ പറയണം. ഗോവിന്ദനോട് ചോദിച്ചു, അല്ല ആരുടെയിലെ കുഞ്ഞിനെ കൊടുക്കണ്ടേ? എന്താ രാധികാമ്മയുടെ കുഞ്ഞിനെ ഞാൻ കൊടുത്തേക്കാൻ പറയണം. രാധികാമ്മ പെട്ടു. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രാധികാമ്മയ്ക്കാണ് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല ഈ കുഞ്ഞിനെ നോക്കുന്ന കാര്യമൊന്നും. പിന്നെ പ്രിയയുടെ കുഞ്ഞല്ലേ എന്ന് ഓർത്തോണ്ട ഇത്ര സമയം ഇരുന്നേ. പക്ഷേ എങ്കിൽ ഇവള് കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി വിടാതിരുന്നിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവും. അപ്പൊ ആ ഒരു ചിന്തയും കൂടെ രാധികാമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ രാധികാമ്മ പറഞ്ഞു, അല്ല അത് പിന്നെ എനിക്ക് കൈക്ക് നല്ല വേദന ഉണ്ടെന്ന് പറയണം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഇത് ഗീതു നീ തന്നെ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പോയിക്കോളാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അതിന് പെട്ടെന്ന് ഗീതു, അതിന്റെ കാര്യമൊന്നുമില്ല, ഞാൻ എന്താണല്ലോ അങ്ങോട്ടേക്കല്ല വരുന്നത്, ഞാൻ എന്റെ വീട്ടിലേക്കാ പോകുന്നതെന്ന് പറയണം. ഒരു കാര്യം ചെയ്യും, രാധികാമ്മയ്ക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരുണേട്ടൻ പിടിച്ചോളാൻ പറയണം. വരും പറഞ്ഞു, എന്റെ കൈയുടെ മസിൽ കയറിയിരിക്കുകയെന്ന് പറയണം. ഓഹോ അങ്ങനെയാണല്ലേ, അപ്പൊ ഇനി എന്ത് ചെയ്യും? ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, കുഞ്ഞിനെ എന്താണല്ലോ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ, കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറയാം. അപ്പൊ ഇനി എന്തോ ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറയണം. ഗീതുവിനാണ് അറിയാം ഇനിയിപ്പൊ തന്റെ കാല് പിടിക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ലെന്ന്. പെട്ടെന്ന് തന്നെ ഒരു കാര്യം ചെയ്യും, ഗീതു തന്നെ കൊണ്ടുവിട്ടിട്ട് പോട്ടെ എന്ന് പറയണം. ഞാനോ? ഞാൻ അങ്ങനെ എന്തിനാ കൊണ്ടുവിട്ട് പോകുന്നേ? എന്താണേലും ഞാൻ ആ വീട്ടിൽ താമസിക്കാനായിട്ട് പോകുന്നില്ല, അതുകൊണ്ട് ഇനിയിപ്പൊ ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയാം. ഇത് കേട്ടൻ വരൻ പറഞ്ഞു, കുഞ്ഞിനെ ഒന്ന് കൊണ്ടുവിട്ടിട്ട് പോയാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? ഇപ്പൊ എന്തായാലും ഓട്ടോറിക്ഷ വിളിച്ചല്ലേ പോകാൻ തുടങ്ങിയത്, കുഞ്ഞിനെ കൊണ്ടുവിട്ടിട്ട് വീട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അങ്ങോട്ട് പോയാൽ പോരെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗീത് പറഞ്ഞു, അതെ ഞാൻ കുഞ്ഞിനെ കൊണ്ടുവിടണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, രാധികാമ്മ പറയട്ടെ, വരണ്ടേട്ടനല്ല പറയണ്ടേന്ന് പറയാം. രാധികാമ്മ പറഞ്ഞു, അതെ ഗീതു നീ കുഞ്ഞിനെ കൊണ്ടുവിട്ട് പോയിക്കൊള്ളാൻ പറയണം. അതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ആജ്ഞാപിച്ചിട്ട് കാര്യമില്ല, അതെ എന്നോട് സംസാരിക്കേണ്ട രീതിയിൽ സംസാരിക്കണമെന്ന് പറയാം. പിന്നെ എങ്ങനെ പറയണം പോലും? അതെ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഞാൻ വരത്തില്ല എന്ന് പറയണം. കുറച്ചേരം രാധികാമ്മ ഒന്ന് ആലോചിച്ചു. പിന്നീട് രാധികാമ്മ പറഞ്ഞു, അതെ ഈ കാര്യം ചെയ്യേ, ദേവി ഞങ്ങളുടെ വീട്ടിലേക്ക് ആ കുഞ്ഞിനെ ഒന്ന് കൊണ്ടുപോയി വിട്ടാലും അങ്ങനെയാണെങ്കിൽ അടിയേക്ക് ഭയങ്കര സന്തോഷം ആകുമായിരുന്നു എന്ന് പറയാ. ഗീതുവിനെ ഒന്ന് കളിയാക്കിയാണ് പറഞ്ഞത്. ഗീതു പറഞ്ഞു, അന്നാ ആയിക്കോട്ടെ ഭക്ത എന്ന് പറയാണ്. കാരണം അതേ നാണയത്തിൽ തന്നെയാണ് തിരിച്ച് മറുപടിയും കൊടുക്കണേ. പിന്നീട് ഗീതു പറഞ്ഞു, കാറിന്റെ ഡോർ തുറന്നു തരാൻ പറയണ. വരും തുറക്കാൻ തുടങ്ങുമ്പോഴത്തേനും പറഞ്ഞു, അല്ല
രാധികാമ്മ തുറന്നു തരട്ടെ. രാധികാമ്മയല്ലേ കുഞ്ഞിനെ കൊണ്ടുവിടാൻ പറഞ്ഞാള്, രാധികാമ്മ എന്നെ തുറന്നു തരട്ടെ എന്ന് പറയാം. ഇതിനേക്കാളൊരു നാണക്കേട് രാധികാമ്മയ്ക്ക് വേറെ ഇല്ല താനും. രാധികാമ്മയ്ക്ക് ആപ്പാടെ ദേഷ്യമായി. പക്ഷെ ആവശ്യം തന്റെ ആണല്ലോ എന്നുള്ളത് കരുതിയിട്ട് രാധികാമ്മ എന്ത് ചെയ്യണം, കാറിന്റെ പുറകിലത്തെ സീറ്റ് അങ്ങോട്ട് പോയി കാറിന്റെ പുറകിലത്തെ ഡോറ് പോയി തുറക്കുവാണ്. പെട്ടെന്ന് തന്നെ ഗീത നോക്കി. അതെ, കാറിന്റെ പുറകിലത്തെ ഡോറ് തുറക്കേണ്ട കാര്യമില്ല, ഞാൻ അങ്ങോട്ടല്ല കയറാൻ പോരുന്നത്. ഞാൻ ഗോവിന്ദമാധവന്റെ ഭാര്യയാണ് ഇപ്പോഴും. ഞങ്ങൾ നിയമപരമായിട്ട് ഞങ്ങൾ വേർപിരിഞ്ഞിട്ടൊന്നുമല്ല. അപ്പൊ ഗോവിന്ദമാധവന്റെ കൂടെ ഇരിക്കേണ്ട ആള് ഞാനാന്ന് പറയാണ്. ഇത് കേട്ടതും വരുമ്പോൾ അതിന്റെ കാര്യം എന്താന്ന് ചോദിക്കും. അതിന്റെ കാര്യം എന്താന്നേ നിനക്ക് പിന്നീട് മനസ്സിലാക്കണമെന്ന് പറയാം. തൽക്കാലത്തേക്ക് ഇപ്പം ഫ്രണ്ട് ഡോർ വന്ന് തുറക്കാൻ പറയണം. രാധികമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കട്ടക്കലിപ്പ പല്ലൊക്കെ ഇറുമിക്കൊണ്ട് വന്ന് ഫ്രണ്ട് ഡോർ അങ്ങ് തുറന്നു കൊടുക്കുകയാണ്. ഗീതു അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറിയിരുന്നു. അങ്ങനെ രാധികാമ്മ എന്ത് ചെയ്യാണ്, പുറത്തെ കാറ് ഡോർ അടച്ചു കഴിഞ്ഞിട്ട് ബാക്കിലത്തെ ഡോർ തുറന്ന് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗോവിന്ദൻ കാർ എടുത്ത് അങ്ങോട്ട് പോവാണ്. മുഖത്തടിയേറ്റ പോലെയായി രാധികാമ്മയ്ക്ക്. രാധികാമ്മ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല തന്നെ കൊണ്ടാതെ ഗോവിന്ദ് പോകുന്നുള്ള കാര്യം. പിന്നീട് വരുണോട് പറഞ്ഞു, ഇത് വരണ വണ്ടി എടുക്കണമെന്ന് പറയണം. ഓഹോ, അപ്പം മനഃപൂർവ്വം അല്ലേ? ഇതേ അവള് അവിടെ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങി. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും തിരികെ അവള് അറക്കൽ വീട്ടിലേക്ക് വരുമെന്ന് തോന്നി. അതൊരു കാരണവശാലും പാടില്ലമ്മേ. പെട്ടെന്ന് തന്നെ നമുക്കും പോകണം. മിക്കവാറും അവിടെ ചെന്ന് കഴിയുമ്പോ അവള് ഗോവിന്ദന്റെ കയ്യിലെടുക്കും. അതിനു മുമ്പ് നമുക്ക് അവളെ പറഞ്ഞു വിടണമെന്ന് പറയാം. ശരിയുടെ മോനെ, നീ കയറാൻ പറയാണ്. അങ്ങനെ അവര് അറക്കൽ വീട്ടിലേക്ക് വരിക. ഈ സമയം രേഖ അയ്യപ്പേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യപ്പേട്ടൻ പറഞ്ഞു, ഇപ്പൊ തന്നെ അവര് വരുമെന്ന് തോന്നേ, അധികം വൈകാതെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അപ്പോഴേക്കും കാഞ്ചന വന്നിട്ട്, ഓഹ് എനിക്കാണെങ്കിൽ കുഞ്ഞിപ്പാപ്പനെ കാണാൻ കൊതിയായിട്ടൊരു രക്ഷയില്ല. എന്ത് രസമായിരിക്കും അല്ലേന്ന് ചോദിക്കാണ്. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, കുഞ്ഞിനെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേന് നിന്റെ ആ പഴയ ആ ഒരു ഇതുണ്ടല്ലോ അതൊന്നും എടുത്തോണ്ട് വന്നേക്കല്ലേ, അടങ്ങി ഒതുങ്ങി എവിടെ ഇരുന്നോളെന്ന് കാഞ്ചനോട് പറയാം. പിന്നെ എനിക്ക് എന്താ കുഴപ്പമിരിക്കുന്നേ, നിനക്ക് കുഴപ്പം മാത്രമേ ഉള്ളൂ എന്ന് അയ്യപ്പേട്ടൻ പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ കാറ് വന്നിരിക്കുന്ന സൗണ്ട് കിട്ടും. പെട്ടെന്ന് അയ്യോ ഇതേ അവര് വന്നെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓടി താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അങ്ങനെ ഗീതു കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങുവാണ്. ഗീതു കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ രേഖ ഓടിച്ചെന്നു. ആഹാ ഉണ്ണിക്കണ്ണാന്നൊക്കെ പറഞ്ഞിട്ട് മുഖത്തൊക്കെ തൊടുന്നുണ്ട്. പിന്നീട് രേഖയോട് നിന്റെ രേഖച്ചി കുഞ്ഞിനെ പിടിച്ചോളാൻ പറയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോയേക്കാന്ന് പറയാണ്. അല്ല എങ്ങോട്ട് പോകാനാ? ഗീതു അങ്ങോട്ട് പോകാനാ? ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ വീട്ടിലേക്ക് പോവാന്ന് പറയണ. വീട്ടിലേക്ക് പോകാനോ? അതെങ്ങനെ ശരിയാവും? നീ ഇവിടെ അല്ലേ നിൽക്കേണ്ടെന്ന് ചോദിക്കും. നീ ഇങ്ങോട്ടും പോകുന്നില്ലെന്ന് പറയണേ. അതല്ല രേഖച്ചി, എനിക്ക് പോണം, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേഖയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ രാധിക പറഞ്ഞു, രേഖേ നീ കുഞ്ഞിനെ അങ്ങോട്ട് വാങ്ങ്, അവള് പോട്ടെ എന്ന് പറയണം. പെട്ടെന്ന് തന്നെ ഗീതിന്റെ മുഖം അങ്ങോട്ട് മാറി. ഗീതിന് മനസ്സിലായി തന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള ധൃതിയാണ്. പെട്ടെന്ന് കാഞ്ചന പറഞ്ഞു, അതിനിപ്പോ എന്താ, ഇത് രേഖപ്പാപ്പ കുഞ്ഞിനെ വാങ്ങിക്കോ, ഇങ്ങനെ കിടക്കുന്ന കിടപ്പ് തന്നെയല്ലേ കുഞ്ഞ് കിടക്കുന്നേ, പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഇതുണ്ടോ ഇപ്പൊ പ്രിയപ്പാപ്പ കിടക്കുന്നുണ്ടല്ലേ, കിടന്ന കിടപ്പ് തന്നെ, അതുപോലെ തന്നെയല്ലേ കുഞ്ഞും കിടക്കുന്നേ, ഒരു കുഴപ്പമില്ല. ഇതേ രേഖപ്പാപ്പ ധൈര്യമായിട്ട് കുഞ്ഞിനെ വാങ്ങാൻ പറ. ഇത് കേട്ടപ്പോഴും ഗോവിന്ദനും അയ്യപ്പൻ നല്ല ദേഷ്യം വന്നു. എല്ലാവരും ദേഷ്യപ്പെട്ട് നോക്കണം. പെട്ടെന്ന് അയ്യപ്പൻ പറഞ്ഞു, ഇതേ കാഞ്ചന എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മര്യാദയ്ക്ക് നാവടക്കി ഇരിക്കണമെന്ന്, അവളൊരു കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇതേ ഒരക്ഷരം മുഴുവൻ മിണ്ടിപ്പോയേക്കലെന്ന് പറയണം. പിന്നീട് ഗീത എന്നാ ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറയുമ്പോൾ രാധികാൻ പറഞ്ഞു, നല്ലത്, എത്രയും പെട്ടെന്ന് തന്നെ പോയിക്കോളാൻ പറയണം. പെട്ടെന്ന് അയ്യപ്പേട്ടൻ പറഞ്ഞു, എന്തിനാ കുഞ്ഞിപ്പോ പോണേ, കുഞ്ഞ് പോകേണ്ട കാര്യം എന്താ, കുഞ്ഞ് ഇവിടെ നിൽക്കണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗീത പറഞ്ഞു, ഇല്ല അയ്യപ്പേട്ട, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം. അപ്പൊ ഗോവിന്ദ് പെട്ടെന്ന് ദേഷ്യം ഭാവിച്ചു പറഞ്ഞു, പോകേണ്ടവരൊക്കെ പോവാം, അല്ലെങ്കിലും ആരെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തുന്നില്ലെന്ന് പറയാം. കാരണം കൃത്രിമമായിട്ടൊരു ദേഷ്യം അഭിനയിച്ചേ, കാരണം ഈ രാധികാമ്മയുടെ മുന്നിൽ അഭിനയിച്ചാലേ മതിയാവുള്ളൂ. അതെ കുഞ്ഞിനെ അങ്ങോട്ട് മേടിക്കാൻ പറയാണ്. രേഖ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല, വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. പിന്നീട് കുഞ്ഞിനെ രേഖ അങ്ങോട്ട് വാങ്ങുവാണ്. രേഖ കയ്യിലേക്ക് വാങ്ങിച്ചപ്പോൾ അവൻ നല്ല ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നീട് രാധികാൻ പറഞ്ഞു, ഇനി പോണ്ടവർക്കൊക്കെ പോകാന്ന് പറയണം. പിന്നീട് ഇനി ഒരു അവകാശം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കയറി വന്നേക്കല്ലെന്ന് പറയും. ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും ഗീത് പറയും, അല്ലാതെ അവകാശം പറയാൻ വന്നൊന്നുമല്ല, പക്ഷേങ്കിൽ എനിക്കറിയാം ഞാൻ ഇങ്ങോട്ട് വരേണ്ട വരുമെന്ന് എനിക്ക് അറിയാന്ന് പറയാം. ഇത് കേട്ടതും വരും ചോദിച്ചു, ഓഹോ അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ്. അത് നമുക്ക് കണ്ടറിയാന്ന് പറയാണ്. രേഖ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയിട്ട് വാ ഗീതു എന്ന് പറയാണ്. പിന്നീട് ഗീതു പറഞ്ഞു, അതെ ഗോന്തട്ട എന്നെ കൊണ്ടുവിടാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന്റെ രാധിക പറഞ്ഞു, കൊണ്ടുവിടാനോ? നിന്നെയോ? നിന്നെ എന്തിനാ കൊണ്ടുവിടുന്നത്? നീ അല്ലേ പറഞ്ഞു ഓട്ടോറിക്ഷ വിളിച്ച് പോയിക്കോളാന്ന്, പിന്നെ എന്തിനാ നിന്നെ കൊണ്ടുവിടുന്നതെന്ന് ചോദിക്കും. അതെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന ആരാ? രാധികാമ്മയല്ലേ, അതുകൊണ്ട് ഇപ്പൊ രാധികാമ്മ പറ എന്നെ കൊണ്ടുവിടാൻ മര്യാദയ്ക്ക് പറയാന്ന് പറയാണ്. നിങ്ങളുടെ ആവശ്യത്തിന് ഞാൻ വന്നതല്ലേ, അപ്പൊ എന്നെ കൊണ്ടുവിടേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോ രാധിക പറഞ്ഞു, അതിന്റെ കാര്യമൊന്നും ഇല്ലെന്ന് പറയാണ്. ഒരു കാര്യം ചെയ്യ, ഗോവിന്ദനെ നിന്നെ കൊണ്ടുവിടണമെന്ന് എന്നാ നിർബന്ധം ഇരിക്കുന്നേ? എങ്കിൽ വരണു കൊണ്ടേ വരട്ടെ, അവൻ കൊണ്ടുവിട്ടാ എന്താ കുഴപ്പമെന്ന് ചോദിക്കോ. ഓഹോ വരണേട്ടനോ, അത് കൊള്ളാം, നല്ല കഥയായല്ലോ. അതെ എന്റെ ഭർത്താവിന്റെ പേരെ
ഗോവിന്ദ് മാധവൻ എന്നാ. മനസ്സിലായല്ലോ, അല്ലാതെ വെറും വരുണല്ലെന്ന് പറയണ. ഇതൊരു അടിയായിരുന്നു, കാരണം അത്രയ്ക്കും പ്രതീക്ഷയില്ല. പെട്ടെന്ന് തന്നെ വരുൺ ഇടിയെന്ന് പറഞ്ഞിട്ട് കൈ പൊക്കിക്കൊണ്ട് അങ്ങോട്ട് വരുവാണ് ഗീതുവിനെ തല്ലാനായിട്ട്. ഗോവിന്ദ് അങ്ങോട്ട് കയറി കയ്യിലേക്ക് പിടിച്ചു. എന്താണ് നീ കാണിക്കാൻ പോണെന്ന് ചോദിക്കാം. അവള് പറഞ്ഞു കേട്ടില്ലെന്ന് ചോദിക്കും. അതെ, അവള് പറഞ്ഞ ഞാൻ കേട്ടു. പക്ഷെ ഒരു കാര്യമുണ്ട്, രാധികാമ്മ ഇത്രയൊക്കെ അവളെ കളിയാക്കി പറഞ്ഞിട്ടും അവൾ ഒരക്ഷരം പോലും മിണ്ടിയോ? ഇല്ലല്ലോ. എടീന്ന് വിളിച്ചോ അല്ലെങ്കിൽ തല്ലാൻ ചെന്നോ? ഇല്ലല്ലോ. അവളൊക്കെ അവളത് ചെറിയൊരു പുഞ്ചിരിയോട് കൂടി തള്ളക്കളയല്ലേ ചെയ്തേ. പക്ഷെ നീ ചെയ്തെന്താ? ഈ നിൽക്കുന്ന ആരാന്ന് ചോദിക്കുകയാണ്. ഗോവിന്ദന്റെ ഭാര്യ എന്ന് പറയണ. ആണല്ലോ. അപ്പൊ അവൾ ആരായിട്ടും ഒരു നിനക്ക്? ഏട്ടന്റെ ഭാര്യ ആരാ? ഏട്ടത്തിമ്മ ആണല്ലോ. ആ ഒരു ഉറപ്പുണ്ടല്ലോ. പിന്നെ നീ എന്തിനാണ് അങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചോ. അടിക്കാനായിട്ട് കൈ നോക്കിക്കൊണ്ട് ചെന്നേ. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ സ്ഥാനം എപ്പോഴും അവൾക്കുണ്ടായിരിക്കണം. ഇവൾ എന്റെ ഭാര്യ ഇപ്പോഴും. ഇവൾക്ക് ഞാൻ ഡിവോഴ്സ് കൊടുത്തിട്ടൊന്നുമില്ല. ഡിവോഴ്സ് കൊടുക്കുന്നോടം വരെ ഇവൾ എന്റെ ഭാര്യയായിട്ട് തുടരും. മനസ്സിലായാലോ? കൂടുതലൊന്നും അവളെ ആരും ഭരിക്കാൻ ചെല്ലണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അയ്യപ്പേട്ടനും ഗീതുവിനും ഒക്കെ ഭയങ്കര സന്തോഷമായി. കാരണം കുറെ നാളുകൾക്ക് ശേഷമാണ് ഗോവിന്ദ് വീണ്ടും ആ ഫോമിലേക്ക് ഒന്ന് വരുന്നത്. ഗോവിന്ദ് നല്ല അടി തന്നെ രാധികാമ്മയ്ക്കും വരുണിനും കൊടുക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ രണ്ടുപേരും കൂടെ നാണം കെട്ടുകൊണ്ട് നിൽക്കുകയാണ്. അയ്യപ്പേണ്ണന് സന്തോഷം ഈ പറഞ്ഞ ഡയലോഗൊക്കെ. ഇതൊക്കെ മുമ്പേ ഗോവിന്ദ് ചെയ്യേണ്ട എന്നൊരു ചിന്തയായിരുന്നു അയ്യപ്പേണ്ണന്റെ ഉള്ളിലുണ്ടായിരുന്നത്. അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.